This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. സമത സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ഗായിക എസ് ജാനകിയുടെ മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സംഗീതാർച്ചന ജാനകീയം 2026 സംഘടിപ്പിച്ചു. പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പരിപാടി നടന്നത്. പെരിങ്ങോമൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമത സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് കെ മധു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമത സാംസ്കാരിക വേദി സെക്രട്ടറി പി മനോജ് കുമാർ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ബിഹൈൻഡ് ദി കർട്ടൻ 10ാമത് സംസ്ഥാന സംഗീത പുരസ്കാര ജേതാവ് പ്രിയേഷ് ചുണ്ട എസ് ജാനകി അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ഗാനാർച്ചനയിൽ ഗായകരും ഗായികമാരും എസ് ജാനകി അമ്മയുടെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. സമത സാംസ്കാരിക വേദി ജോയിന്റ് സെക്രട്ടറി എം വി കുഞ്ഞികൃഷ്ണൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. സമത സാംസ്കാരിക വേദി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പാടിയൊട്ടിച്ചാലിൻ്റെ സാംസ്കാരിക തെരുവുകളിലൂടെ ഒരു ബാനർ സമത സാംസ്കാരിക വേദി എന്ന് പറഞ്ഞ് ആദ്യത്തെ പ്രോഗ്രാം പാടിയൊട്ടിച്ചാൽ ടൗണിൽ വെച്ച് നടത്തിയപ്പോൾ നമ്മൾ ചില പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയുടെ ചില ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ചിലരുടെ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം ഇതിന് രാഷ്ട്രീയമുണ്ടോ എന്നാണ്. സമതക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കലയുടെ, സംഗീതത്തിൻ്റെ, അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒക്കെ. അതാണ് സമത മുന്നോട്ടേക്ക് കൊണ്ടുവന്ന രാഷ്ട്രീയം. സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി നാൻസ്വരത്തെ എന്നാണ് ഈ അറിയപ്പെടുന്നത്. ഗാനങ്ങളിൽ ഒരു അടിച്ചുപൊളി എന്ന് പറയുന്ന ഒരു ഫോക്ക് സ്റ്റൈലിലേക്ക് പോകുന്ന അല്പം വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് ജാനകി അമ്മയുടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സെർച്ച് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കിട്ടുന്ന ഒരുപക്ഷെ താരാട്ട് പാട്ടുകളുടെ, അതുപോലെ തന്നെ ആർദ്രമായ ഒരു സംഗീതത്തിൻ്റെ ദിശ ഈ ഭാരതീയ മനസ്സുകൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ശബ്ദത്തിൻ്റെ ഉടമ കൂടിയാണ് പ്രിയപ്പെട്ട ജാനകിയമ്മ. അവരെ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സംസ്കാര വേദിയുടെ പ്രവർത്തകർ ബിജു വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനെ ബുക്ക് ചെയ്തതിൻ്റെ കാരണം ഈ നിങ്ങളുടെ ഈ ആശയങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം അതിൻ്റെ അർത്ഥങ്ങളെല്ലാം അതേപടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. സമത എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. എല്ലാവരും തുല്യരെ, എല്ലാവർക്കും തുല്യ അവസരം, എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു സാംസ്കാരിക വേദിയാണ് ഇതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ പാടിയോട്ടിച്ചാലിൻ്റെ ഈ പ്രദേശത്ത് ഈ സമത സാംസ്കാരിക വേദി അതിൻ്റെതായ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്നിവിടെ നിങ്ങൾ സംഘടിപ്പിച്ച നമ്മുടെ മഹാഗായികയുടെ അനുസ്മരണ. ഇത് കുറച്ച് വൈകിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ജൂലൈ 11-ാണല്ലോ മരിച്ചത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക, വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രളയവും മഴയും കൊണ്ടായിരിക്കാം വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. 1938 എവിടെയോ ആന്ധ്രാപ്രദേശിൽ ജനിച്ച് തെന്നിന്ത്യയിലെ മഹാഗായികയായി, മലയാളത്തിലെ അരുമ ഗായികയായി, കുട്ടികൾക്ക് അമ്മയായും അതുപോലെ തന്നെ സഹോദരിമാർക്ക് ഒരു സഹോദരിയായും അതുപോലെ അമ്മമാർക്ക് മകളായും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങളിലൂടെ മലയാളത്തിലുള്ള നിരസിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ തന്നെ അതീവ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ ഗായകന്മാരെയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിന്റെ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ വാക്കു തരുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാം എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് ഇങ്ങനെയൊരു കുറച്ചു നേരം നിങ്ങളുമായി സംവദിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകർ മധുവേട്ടൻ, ബിജു ഉൾപ്പെടെയുള്ള
എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആമുഖമായി പറയുകയാണ്, ഞാനൊരു പ്രാസംഗികനല്ല. പ്രഭാഷണം എന്ന രീതിയിലൊന്നും എൻ്റെ ഈ വാക്കുകളെ നിങ്ങൾ ശ്രവിക്കരുത് എന്നാദ്യമായി പറയുകയാണ്. പാട്ടുകൾ പാടാൻ അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ജാനകിയമ്മയെ കുറിച്ച് എനിക്കറിയാവുന്ന, ഞാൻ കുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. അത് ആ ഒരു രീതിയിൽ എടുക്കുക എന്ന് മാത്രം എളിയൊരു അഭ്യർത്ഥനയുണ്ട്. നമുക്കറിയാം, എസ് ജാനകി, നമ്മളൊക്കെ ജാനകിയമ്മ എന്ന് ആരാധനയോടെ വിളിക്കുന്ന എസ് ജാനകി നമ്മളെ ഈ കഴിഞ്ഞ ജൂലൈ 11 നമ്മെ വിട്ടുപിരിച്ചു. അവര് തെന്നിന്ത്യൻ സിനിമയുടെ വാനമ്പാടി എന്നാണ് ജാനകിയമ്മ അറിയപ്പെടുന്നത്. തൻ്റെ 88ാമത്തെ വയസ്സിലാണ് ജാനകിയമ്മ നമ്മെ വിട്ടുപോകുന്നത്. തലമുറകളുടെ പ്രണയത്തിലും വിരഹത്തിലും വേദനകളിലും താരാട്ടുകളിലും സ്വരമാധുരിയായ അനശ്വര ഗായികയാണ് ജാനകിയമ്മ. നിർഭാഗ്യവശാൽ ഇന്ന് അവർ നമ്മോടൊപ്പമില്ല. പക്ഷെ ജാനകിയമ്മ പാടി വെച്ചിട്ട് പോയ ആയിരക്കണക്കിന് പാട്ടുകൾ, ആ പാട്ടുകളിലൂടെ അവർ ജീവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് നിരവധി ഗാനങ്ങൾ നമുക്ക് എന്താ പറയാ ഓർത്തെടുക്കാൻ പറ്റുന്നതിലും ഒക്കെ അപ്പുറം ഒരുപാട് ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ ജാനകിയമ്മ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ തേപ്പള്ളി താലൂക്കിലെ പട്ലാപ്പള്ളിയിലാണ് ജാനകിയമ്മയുടെ ജനനം. നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, നമ്മളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലും ഞാനൊക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മിമിക്സ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ചെറുപുഴ. അപ്പോൾ ആ സമയത്ത് ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിന് മിമിക്സ് ഗാനമേള എന്നൊക്കെ പറയും. മ്യൂസിക്കൊക്കെ നമ്മൾ വായ കൊണ്ട് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പാടിയ പാട്ടുകൾ ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായത് കാണക്കുയിലേ പാടു പാടോളൂ നീ കാവൽ പൂത്തു താഴ്വരയാകെ താഴമ്പു ചൂടി ഈ ഗാനങ്ങൾ അല്ലേ, മഴവിൽ കൂടി കാവടി, ഇത്ര മനോഹരമായ പാട്ടുകളാണ്. അത് വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളൂ. പി ഭാസ്കരൻ മാഷിന്റെയും ബാബുരാജിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളിൽ ജാനകിയമ്മ മലയാള സിനിമയുടെ നാഴികക്കല്ലുകളായി മാറ്റി. നമുക്കറിയാം, ONV കുറുപ്പിന്റെ ഒരു ശ്രദ്ധേയമായ രചന, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ പാട്ട് കേട്ടാല് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? നമ്മളൊക്കെ ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം, അല്ലേ? ഒരു വട്ടെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ തോന്നിപ്പോകും. ഒരു നാടിന്റെ ഭാഷയും സംസ്കാരവും അവിടെയുള്ള മനുഷ്യരുടെ സൂക്ഷ്മ വികാരങ്ങളും ആവാഹിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത്രയ്ക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ വേണ്ടി പറ്റുകയും. പക്ഷേ എസ് ജാനകിയാണ് എന്റെ മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ വളരെ അപരിചിതത്വത്തോടെ മാഷിങ്ങനെ നോക്കി, നിർവികാരതയോടെ നോക്കി. അപ്പോൾ മാഷിന്റെ ഭാര്യ വന്നു, 2 പാട്ട് പാടി. മുഖം മറന്നാലും ആ ശബ്ദം മറക്കാൻ പറ്റില്ലല്ലോ. ജാനകിയമ്മ പാടി, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഭാസ്കരൻ മാഷിന്റെ കൂട്ടുകെട്ടിൽ പിറന്ന പാട്ട്. അതുപോലെ കേശാദിപാദം തുഴഞ്ഞേ, അതുപോലെ സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ച് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്.
ചെറിയൊരു കൊച്ചു കുട്ടിയുടെ ശബ്ദത്തിലൊക്കെ എത്ര മനോഹരമായിട്ട് ജാനകിയമ്മ പാടുന്നത് നമ്മളിങ്ങനെ കേട്ടിരുന്ന പോകും. എന്നാൽ സമത കലാ സാംസ്കാരിക വേദിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഇനിയും അവർ പാടി വെച്ചിട്ട് പോയ പ്രിയ ജാനകിയമ്മ പാടി വെച്ചിട്ട് പോയ അനശ്വര ഗാനങ്ങളിലൂടെ അവർ ഇനിയും നമ്മുടെ ഇടയിൽ ജീവിക്കും. പ്രിയ ഗായികയ്ക്ക് ഓർമ്മയുടെ മുമ്പിൽ ഒരുപിടി അശ്വപ്പൂക്കൾ. നന്ദി, നമസ്കാരം. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.